ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു അടിപൊളിയായിട്ടുള്ള ഓണം കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന ഐറ്റം ആണ്. എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ. ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക്, താഴെ ഹെവി ആപ്ലിക്ക് വന്നിരിക്കുന്നത്. ഈ സെയിം ഡിസൈൻ തന്നെ ഞാൻ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇത് ഓണം സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത്. ഇത് എപ്പം കൊണ്ടുവന്നാലും ഇതിനോട് ഈ ടൈപ്പ് ഡിസൈൻസ് വന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റം ആണ്. എന്നാലും ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതേ ഉള്ളൂ. ഇതുണ്ട്, നല്ല ക്യൂട്ടല്ലേ. ഇത് കാണാൻ തന്നെ നല്ല ഒതുങ്ങി നല്ലൊരു ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഗ്രാൻഡ് ആണ്. സോ ഇപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഞാൻ ഇട്ടേക്കുന്നത് തന്നെയാണ്. ഞാൻ സ്ലീവ്സിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയറും ഓണം ബേസ് ആയിട്ടും അതുപോലെ വെഡ്ഡിങ് ഫംഗ്ഷൻസിനും ബാപ്റ്റിസിനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസൈനാണ്. ദുപ്പട്ടയും കണ്ടോ, നല്ല പ്രീമിയം സ്റ്റൈലാണ്. ഹെവി ആയിട്ട് ആ ദുപ്പട്ടയിലും ആപ്ലിക്കാണ് ചെയ്തേക്കുക. സോ ഇതാണ് അടുത്ത ഡിസൈൻ. എല്ലാം ഒന്നിനൊന്നിനും അടിപൊളിയാണ്. ഇത് പുതിയ ഡിസൈനാണ് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്നത് കൂടുതലും ഞാൻ ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ്. ഏറ്റവും കൂടുതൽ തവണ ചെയ്തേക്കുന്ന ഡിസൈൻ ഇത് പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത്. താഴെ ഹെവി ആപ്ലിക്കും ബാക്കി പോർഷൻസ് ഫുള്ളും ഈ വർക്കുമാണ്. ഇതൊരു യൂണിഫോം ആയിട്ടും ഒക്കെ ഇടാനും, അതായത് ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻസിനൊക്കെ കാണാനും ഭയങ്കര ഗ്രാൻഡാണ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുക. ഇതുണ്ടോ, താഴെ ഭാഗത്ത് ടാസിൽസ് കൊടുത്തിട്ട് ദുപ്പട്ടയുടെ ആവശ്യമൊന്നും വരുന്നില്ല. ടോപ്പ് തന്നെ വളരെ പ്രീമിയമാണ്. പ്രീമിയം പ്യുവർ ബനാറസിയാണ്. ഈ ഐറ്റം നമുക്ക് വാഷൊക്കെ ചെയ്യാം. ഇങ്ങനത്തെ ടൈപ്പ് ബനാറസി വരുന്നത്. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ഭയങ്കര ടൈറ്റ് ഇതുണ്ടോ, നോർമലായിട്ട് ചെറിയൊരു ലൂസ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതായത് ഇതുണ്ട്, ഇതിൻ്റെ വീവിങ് ഈ ഇഴകൾ തമ്മിൽ, നൂലുകൾ തമ്മിലുള്ള ആ ഗ്യാപ്പ് കുറച്ച് കൂടുതലാണ്. അപ്പം നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ കുറച്ച് ലൂസ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആണ് ലുക്ക്. ഇതുണ്ടോ, അടുത്തതുണ്ടോ, ഇതെല്ലാം എങ്ങനെ കാണുന്നാലും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴാണ് ഇതിനൊക്കെ വളരെ പ്രീമിയം ലുക്ക് വരുന്നതും. എല്ലാം ഭയങ്കര ഹെവിയാണ്. താഴ്ഭാഗമാണ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്ക് പോയേക്കുക. ഫുൾ ഒരു ഗോൾഡൻ. അപ്പം ഈ ഗോൾഡൻ കളറുള്ള സാരീസൊക്കെ യൂസ് ചെയ്യുന്നവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അതേ ഐറ്റമാണ്. ബട്ട് ആ ഒരു റേഞ്ചിൻ്റെ അടുത്തു പോലും എത്തുകയില്ല ഇത്രയും ഹെവി ഐറ്റം വിട്ടാലും. 2190 ഇതിൻ്റെ പ്രൈസ്. ഇതെല്ലാവർക്കും ഫെമിലിയർ ആണ്. ഞാൻ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റമാണ്. സോ ഇതാണ് ലാസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതുണ്ട്, ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ ഒത്തിരി ഓവറാണെന്ന് തോന്നുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം. ഇതിൽ മെയിൻലി ഹെവി ആപ്ലിക്ക് ഇതുപോലെ പാനൽ പാറ്റേൺ, ബാക്കി പോർഷൻസിൽ ചെറിയ വർക്ക്സുമാണ് ചെയ്തേക്കുക. ുണ്ടോ, ഇതിലിപ്പോൾ ഏതെടുക്കൂ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഫുൾ ഒരേപോലെ ഹെവിയാണ്. നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ദുപ്പട്ടയിൽ എല്ലാത്തിലും ഇതുപോലെ ബോർഡർ ബനാറസി വീവിങ് ഉണ്ട്. പിന്നെ ഈ ഒരു ഡിസൈനിൽ, അതായത് ഇങ്ങനെ ഈ ലേസ് വന്നിരിക്കുന്ന ഡിസൈൻസിൽ എംബ്രോയിഡറി അല്ല, മെയിൻലി ഫുൾ ആപ്ലിക്കാണ് യൂസ് ചെയ്തേക്കുക. അതായത് ടോപ്പിലും ദുപ്പട്ടയിലും ഫുള്ളി ആപ്ലിക്കാണ് പോയേക്കുക. ബോട്ടം ഈ ഒരു കളർ, ഞാൻ ഇട്ടേക്കുന്ന സെയിം കളർ തന്നെയാണ് വന്നേക്കുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ സ്റ്റൈൽ ചെയ്ത് വേണേലും എടുക്കാം കേട്ടോ. അപ്പം ദുപ്പട്ടയാണേലും, ഇപ്പം ദുപ്പട്ട യൂസ് ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് വെച്ചിട്ടും, അതായത് കണ്ടില്ല, ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് എനിക്ക് അത്യാവശ്യം നല്ല പൊക്കമുണ്ട്. ഒത്തിരി വണ്ണം നോർമൽ മീഡിയം സൈസാണ് ഞാൻ ഇടുന്നത്. മീഡിയം സൈസ് ആണെങ്കിലും പൊക്കമുണ്ട്. അപ്പം എൻ്റെ ലെങ്ത് കണ്ടില്ലേ, നല്ല ലെങ്ത് ഒക്കെ ടോപ്പിന് വരുന്നുണ്ട്. ആൻഡ് ദുപ്പട്ട വെച്ചിട്ട് വേണമെങ്കിലും ഒരു കഫ്താനായിട്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പായിട്ടോ, കഫ്താൻ ഉദ്ദേശിച്ച് ഇതിന് ഈ ബോർഡർ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പം ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം 2190 ആണ് പ്രൈസ്. താങ്ക് യു.